ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. ഇന്ന് രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ്. അതിദീർഘമായിട്ട് നമ്മൾ പൊരുതി നേടിയ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു അമൃത് നമ്മൾ നുകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ്. സോ നമ്മൾ ഏറ്റവും പ്രൗഡായിട്ട് ഇരിക്കേണ്ട ഒരു മൊമെന്റ് കൂടിയാണ് സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ലോങ് ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൊമെന്റ് എന്നാണ്, അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ എന്നുള്ളതല്ല. സോ എന്താണ് റെവല്യൂഷനും ഒരു ഫ്രീഡം സ്ട്രഗിളും തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെവല്യൂഷൻ ആൻഡ് എ ഫ്രീഡം സ്ട്രഗിൾ? സോ ഫസ്റ്റ് ഡിഫറൻസ് ഈസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. നമ്മളുടെ മിനിസ്റ്റർ ആയിരുന്ന പി രാജീവ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് റെവല്യൂഷൻ എന്നതിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വർഗത്തിന്റെയോ വർഗശക്തിയുടെയോ കയ്യിൽ നിന്ന് മറ്റൊരു വർഗത്തിന്റെയോ വർഗശക്തിയുടെയോ കയ്യിലേക്കുള്ള പെട്ടെന്നുള്ളൊരു മാറ്റം. എന്തെങ്കിലും മനസ്സിലായോ? അതായത് രണ്ട് വർഗങ്ങൾ ഉണ്ടാവും, ആ രണ്ട് വർഗശക്തികളും തമ്മിലടിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ചേഞ്ച് വരുന്നു. സോ ഇമ്മീഡിയറ്റ് ചേഞ്ച് ആണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മൂവ്മെന്റ്. 1857 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു 100 വർഷം നീണ്ടു നിൽക്കുന്ന, ഏകദേശം 90 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മൊമെന്റിന്റെ പേരാണ് നമ്മളുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സോ ആദ്യ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് 1947 ഓഗസ്റ്റ് 14 രാത്രി ഒരു 12 മണിയോട് കൂടിയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡ്രസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്പീച്ച് വളരെ ലോക പ്രശസ്തമായിട്ടുള്ളൊരു സ്പീച്ചാണ്. ദ ലോങ് ഇയേഴ്സ് എഗോ വി മെയ്ഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. നമ്മളുടെ ഡെസ്റ്റിനിയെ കണ്ടുമുട്ടുകയാണ്. ആൻഡ് നൗ ദ ടൈം കംസ് വെൻ വി ഷാൽ റിഡീം അവർ പ്ലെഡ്ജ്. സോ അത്രയും ഏറ്റവും ശക്തമായിട്ട് നമ്മൾ നേടിയെടുത്ത ഒരു കാര്യമാണ് നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സ്വാതന്ത്ര്യം റിലേറ്റഡ് ആയിട്ട്, ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് എന്താണ് അതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മളൊന്ന് ബ്രീഫായിട്ട് നമ്മളുടെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാനായിട്ട് പോവുകയാണ്. സോ ഇൻഡിപെൻഡൻസ് നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഏറ്റവും അവസാനത്തെ മൊമെന്റ് ആണ് ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. 1947 നടക്കുന്ന ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇപ്പോൾ ഈ ഇൻഡിപെൻഡൻസിന്റെ കാര്യം മാത്രം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഇൻഡിപെൻഡൻസിലേക്ക് എത്തിയ വരെയുള്ള ഹിസ്റ്ററി നമ്മളൊന്ന് പോസ് ചെയ്ത് വെക്കുകയാണ്. ദെൻ ഇൻഡിപെൻഡൻസിൽ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, സോ പല കാരണങ്ങൾ കൊണ്ടും ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, പല കാരണങ്ങൾ കൊണ്ടും. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ദെൻ വേറെ എന്തൊക്കെ കാരണമുണ്ട്? നേവൽ റേറ്റിംഗ്സിന്റെ മ്യൂട്ടണി നടക്കുന്നുണ്ട്. അതായത് നേവിയിൽ നാവിക കലാപം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് 1946. ദെൻ വാർ ലോസുകൾ, അതായത് സെക്കൻഡ് വേൾഡ് വാർ ഒരുപാട് എക്കോണമിക് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റുകൾ എവിടെ ഉണ്ടാക്കി? ബ്രിട്ടനും അല്ലെങ്കിൽ അതുപോലെയുള്ള അലീഡ് പവേഴ്സിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് കാരണമെല്ലാം ദെൻ ആ സമയത്ത് ഒരുപാട് കൺട്രീസ്, എക്സാമ്പിൾ അമേരിക്ക പോലും ഇന്ത്യ അടക്കമുള്ള കോളനി രാജ്യങ്ങളുടെ ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി വാദിച്ചു. സോ ഈ കാരണങ്ങൾ കൊണ്ടിട്ട് 1947 ഓഗസ്റ്റ് ജൂലൈ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു. ദെൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നമ്മളുടെ ബ്രിട്ടീഷ് പാർലമെന്റിലാണ് പാസ്സായത്. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിലാണ് പാസ്സായത്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ഗംഭീര പുസ്തകമാണ്. അത് ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ഈ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യയിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചാപ്റ്റർ വെച്ചുകൊണ്ടാണ് ആ പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫ് ടൈമിൽ സമയം കിട്ടുമ്പോൾ വായിച്ചെടുക്കേണ്ട 1-2 പുസ്തകങ്ങളിൽ പറ്റിയ അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത്. സോ ജൂലൈ 5 തീയതി 1947 ജൂലൈ 5 മൗണ്ട് ബാറ്റൻ ക്രമീകരിച്ച ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ, അന്നത്തെ വൈസ്രോയി ആയിരുന്നു ആര്? ഈ മൗണ്ട് ബാറ്റൻ. സോ മൗണ്ട് ബാറ്റൻ ക്രമീകരിച്ച ഒരു പ്ലാൻ എവിടെ വെക്കുകയാണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ വെക്കുകയാണ്. സോ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാകുന്നതിന് മുൻപ് ഒരു ആക്ട് വെക്കുകയാണ്.
ബ്രിട്ടീഷ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല്, നമ്മൾ ബില്ല് പാസ്സാക്കുന്ന പോലെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുമല്ലോ. സോ അവിടെ ഒരു ബില്ല് വെക്കാണ്. അതിന്മേലെ ചർച്ച നടന്നു ജൂലൈ 5-ാം തീയതി മുതൽ ജൂലൈ 17-ാം തീയതി വരെ. ദെൻ ജൂലൈ 18-ാം തീയതി എന്നാണ് 1947 ജൂലൈ 18-ാം തീയതി എന്ത് ബ്രിട്ടീഷ് പാർലമെന്റ് ഈ ഒരു ആക്ട് അംഗീകരിക്കുകയാണ്. ഓക്കെ, ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട്. എന്താണ് ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ പ്രത്യേകത? ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് പറയുന്നത് ഇന്ത്യ വിൽ ബി ഡിവൈഡഡ് ഇൻ ടു സെപ്പറേറ്റ് ഡൊമീനിയൻസ്. എന്താ ഡൊമീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ ഡൊമീനിയൻ സ്റ്റാറ്റസിന്റെ അർത്ഥം? ഡൊമീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള എന്ത് സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ്. അതായത് ഓസ്ട്രേലിയ ഒരുപാട് കാലം ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് ആയിരുന്നു. അതുപോലെ ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് ആണ് ആരുടെ കീഴിലുള്ള? ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ഇന്ത്യ വിൽ ബി സെപ്പറേറ്റ് ടു ഡൊമീനിയൻസ് കോൾഡ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പൊ നമുക്ക് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? ഡൊമീനിയൻ എന്ന് പറഞ്ഞ് ഇത്രയും നാൾ പറ്റുകയായിരുന്നു? അല്ല. ഈ ഡൊമീനിയൻ സ്റ്റാറ്റസിന് ചില പ്രത്യേകതകളുണ്ട്. നോർമലി ഉള്ള ഡൊമീനിയൻ സ്റ്റാറ്റസ് അല്ല ഇവിടെ പറയുന്നത്. ഈ ഡൊമീനിയൻ സ്റ്റാറ്റസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിക്ക്, അതായത് രണ്ടു രാജ്യങ്ങൾക്കും, പാകിസ്ഥാനും ഇന്ത്യക്കും, രണ്ടു രാജ്യങ്ങൾക്കും സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലികൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു മിഷൻ പ്ലാൻ പ്രകാരമാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഒരു സോവറിൻ ബോഡി ആയിട്ട് ആക്ട് ചെയ്യും. എങ്ങനെയാണ്? ഈ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഒരു സോവറിൻ ബോഡി ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അവർക്ക് ബ്രിട്ടീഷുമായിട്ടും വേറെ ഏത് രാജ്യങ്ങളുമായിട്ടുമുള്ള എല്ലാ കാര്യങ്ങളിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനിക്കാം. ഓക്കെ ആണോ? സോ ഏത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഡൊമീനിയൻ. ഇവിടെ പറയുന്ന ഡൊമീനിയൻ സ്റ്റാറ്റസ് നമ്മൾ 1917 മുതൽ നമുക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാം. പക്ഷെ ആ ഡൊമീനിയൻ സ്റ്റാറ്റസ് വേറെയാണ്. മനസ്സിലായോ? ഇത് ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പേര് കൊണ്ട് പറയുമെങ്കിലും ഫുള്ളി ഇൻഡിപെൻഡൻസ് ആണ്. കാരണം ആരിലേക്കാണ് പവർ പോയിരിക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് ഇൻഡയറക്ട്ലി തിരഞ്ഞെടുക്കപ്പെട്ട ക്യാബിനറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലേക്കാണ് എല്ലാ പവറും പോയിരിക്കുന്നത്. ഓക്കെ ആണോ? സോ സെപ്പറേറ്റ് ടെറിട്ടറികൾ രൂപീകരിച്ചു ഇന്ത്യ, പാകിസ്ഥാൻ. രണ്ടുപേർക്കും ഡൊമീനിയൻ സ്റ്റാറ്റസ്. ദെൻ അവരുടെ ഫുൾ സോവറിനിറ്റി, പരമാധികാരം ആർക്ക് കൊടുത്തു? കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിക്ക് നമ്മൾ കൊടുത്തു. അവർക്ക് നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ രാജ്യങ്ങളെ ആഡ് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ദെൻ വേറൊരു പ്രശ്നമുണ്ടല്ലോ, പ്രിൻസിലി സ്റ്റേറ്റുകൾ, അതായത് രാജഭരണങ്ങളുള്ള, ഇപ്പോൾ തിരുവിതാംകൂർ പോലെ, അല്ലെങ്കിൽ കൊച്ചി പോലെയുള്ള, ഹൈദരാബാദ് പോലെ, അല്ലെങ്കിൽ കാശ്മീർ പോലെയുള്ള രാജഭരണ പ്രദേശങ്ങൾക്ക് എന്തിനുള്ള അവകാശം കൊടുത്തു? അവർക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം, വെദർ ടു ജോയിൻ പാകിസ്ഥാൻ, വെദർ ടു ജോയിൻ ഇന്ത്യ, ഓർ എയ്തർ റിമൈൻ ഇൻഡിപെൻഡന്റ്. ഒന്നില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി എന്തിൽ വന്നിട്ടുണ്ടായിരുന്നു? നമ്മളുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഫുള്ളി ഇൻഡിപെൻഡന്റ് ആണെന്നല്ല ഇന്ത്യ പറയുന്നത്, പക്ഷേ ഡൊമീനിയൻ സ്റ്റാറ്റസ്, പലപ്പോഴും പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ഈ ഡൊമീനിയൻ സ്റ്റാറ്റസ് ആണ് നമുക്ക് കിട്ടിയിരുന്നത്. ദെൻ ഓൾ പവേഴ്സ് വിൽ ബി ഗിവൺ ടു നമ്മളുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി. ഓക്കെ ആണല്ലോ? സോ ദെൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് റാഡ്ക്ലിഫ് ലൈൻ. റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള വരയനെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനിനും ഇടയിലുള്ള ബോർഡേഴ്സിനെയാണ് സിറിൽ റാഡ്ക്ലിഫ് വരച്ച വരയനെയാണ് നമ്മൾ റാഡ്ക്ലിഫ് ലൈൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഇന്ത്യ പേരുകൊണ്ട് മാത്രം അറിവുള്ള ഒരാളായിരുന്നു ഈ റാഡ്ക്ലിഫ് ലൈൻ. മൗണ്ട് ബാറ്റനും അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആളും ഇന്ത്യയിലേക്ക് വരാൻ പറഞ്ഞു റാഡ്ക്ലിഫിനെ വിളിച്ചിട്ട്. സോ അദ്ദേഹം പറഞ്ഞു ഞാൻ വരത്തില്ല, കാരണം എനിക്ക് ഇന്ത്യ കേട്ട് പോലും അറിവില്ല. എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ഇന്ത്യ എന്നുള്ളത്, അല്ലാണ്ട് എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല, ഞാൻ ഇതുവരെ കണ്ട് നടന്ന് പരിചിതമായിട്ടുള്ളൊരു വഴിയല്ല. മൗണ്ട് ബാറ്റൺ അടക്കമുള്ളവർ പറഞ്ഞു അങ്ങനെ ഒരാൾ തന്നെയാണ് നമുക്ക് വേണ്ടത്, കാരണം വരയ്ക്കുന്നത് ബയസ്ഡ് ആവാനായിട്ട് പാടില്ല. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾ തന്നെയാണ് വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് സിറിൽ റാഡ്ക്ലിഫിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. സോ ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ സമയത്തുള്ള ഒരു ഹിസ്റ്ററി. ദെൻ ബോർഡേഴ്സിൽ ക്രൂരമായിട്ടുള്ള വംശഹത്യകൾ നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ
ഹിന്ദു മുസ്ലിം അക്രമങ്ങൾ നടക്കുകയായിരുന്നു. സോ പാർട്ടീഷന്റെ സമയത്ത് തന്നെ ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടു. മിനിമം ഇന്ത്യയുടെ ആയുസ് എത്ര വർഷമായിരുന്നു എന്നാർക്കെങ്കിലും അറിയാമായിരുന്നു? അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഇന്ത്യയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, മിനിമം 15 വർഷം, കൂടിപ്പോയാൽ 15 വർഷം നിലനിൽക്കുന്ന ഒരു ഡെമോക്രസി ആയിരിക്കും. അതിനുള്ളിൽ മിനിമം ഒരു 10-200 നാട്ടുരാജ്യങ്ങളുമെങ്കിലുമായിട്ട് ഇന്ത്യ തമ്മിൽ പിരിയും. അവിടെ നിന്ന് 79ാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. സോ ഇതുവരെ നമ്മളെ കൊണ്ടു നടത്തിയ ആളുകളെ ഒന്നും നമുക്ക് മറക്കാനായിട്ട് പാടില്ല. സോ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മളുടെ ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് ഞാനൊന്ന് ലൈറ്റ് ആയിട്ട് പറഞ്ഞു, കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം 1857 തുടങ്ങി കണക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ 1947 എനിക്ക് അവസാനിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ആ ഒരു കണക്ഷൻ പറയാണ്ട് ഞാൻ ഈ ഇൻഡിപെൻഡൻസ് ആക്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ 1940 വെച്ചിട്ടോ അല്ലെങ്കിൽ 1935 വെച്ചിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ക്ലാരിറ്റി കിട്ടത്തില്ല. സോ ഇവിടെ നമുക്ക് ഇൻഡിപെൻഡൻസ് ആക്ട് എന്താണ് പഠിച്ചത് എന്ന് പോകാം. ദെൻ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 1957 മുതൽ 1947 അവസാനിക്കുന്ന കഥകളെല്ലാം പറയാം. ഓക്കെ, ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ട്. ഓക്കെ, സോ ഇൻഡിപെൻഡൻസ് ആക്ട് എന്താണ്? 2 ഡൊമീനിയൻ സ്റ്റാറ്റസ്, മറന്നു പോകരുത്. 2 ഇൻഡിപെൻഡന്റ് കൺട്രീസ് ഒന്നും പറഞ്ഞിട്ടില്ല, 2 ഡൊമീനിയൻ സ്റ്റാറ്റസ് ഫോർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ദെൻ നമ്മളുടെ പ്രിൻസിലി സ്റ്റേറ്റുകൾക്ക് എയ്തർ ടു ജോയിൻ പാകിസ്ഥാൻ ഓർ റിമൈൻ പാകിസ്ഥാൻ ഓർ ഇന്ത്യ ഓർ എയ്തർ ടു റിമൈൻ ഇൻഡിപെൻഡന്റ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു ചെറിയൊരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ജൂലൈ 17-നാണ് നമ്മളുടെ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാകുന്നത്. അതുപ്രകാരം ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട്, അല്ലെങ്കിൽ ഓഗസ്റ്റ് 15 എല്ലാ കെട്ടും കടക്കെടുത്ത് എല്ലാവരും പൊക്കോളും എന്ന് തീരുമാനിച്ചു. അതിൽ ആ പറഞ്ഞതിൽ ചെറിയ തെറ്റുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സിവിൽ സർവൻസിന്, അതായത് ബ്യൂറോക്രാറ്റിക് മേഖലയിൽ നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ തുടരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു ഇൻഡിപെൻഡൻസിന്റെ ബ്രീഫ് ഹിസ്റ്ററി. ദെൻ നമുക്ക് ഇന്ന് പോകേണ്ടത് 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളുകളിലേക്കാണ്. ഓക്കെ, ഒന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിനും, ദെൻ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനുമാണ്. സോ ഈ 2 പേരും സെന്റർ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ചിട്ടാണ് ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ എന്താ ചെയ്യുന്നത്? നമ്മളുടെ സെന്റർ സ്റ്റേറ്റ് റിലേഷൻ, കാരണം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ 79 വർഷവും നമ്മൾ പിടിച്ചു നിന്നത്. സോ ഈ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ യൂണിറ്റി തകരാതെ നോക്കേണ്ടത്, രണ്ടും യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും തകരാതെ നോക്കേണ്ടത് സ്റ്റേറ്റിന്റെയും സെന്ററിന്റെയും ഉത്തരവാദിത്വമാണ് എന്നാണ് 2 പേരും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, MK സ്റ്റാലിൻ ആയിക്കഴിഞ്ഞാലും പിണറായി വിജയൻ ആയിക്കഴിഞ്ഞാലും പറഞ്ഞു വെക്കുന്നത്. സോ അതൊരു പൊളിറ്റിക്കൽ കൊണോട്ടേഷൻസ് ഉള്ള ഒരു 2 ആർട്ടിക്കിളാണ്. എന്നാലും ഇവിടെ നമ്മൾ നോക്കേണ്ടത് സെന്റർ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചാണ്? സെന്റർ സ്റ്റേറ്റ് റിലേഷൻ. സെന്റർ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ലെവലിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന റിലേഷനുകളാണ്. ഒന്ന് ലെജിസ്ലേറ്റീവ് റിലേഷനുകൾ. ആർക്കാണ്, സെന്ററിനാണോ സ്റ്റേറ്റിനാണോ നിയമം നിർമ്മിക്കാനായിട്ടുള്ള അവകാശങ്ങളുള്ളത് എന്നുള്ളതാണ് ലെജിസ്ലേറ്റീവ് റിലേഷൻ. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം നിർമ്മിക്കാനായിട്ടുള്ള അവകാശങ്ങൾ ആർക്കാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്, ആർക്കാണ് ഭരിക്കാനായിട്ടുള്ള, പെർട്ടിക്കുലർലി എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർക്കാണ് എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനിൽ പറയുന്നത്. ദെൻ ദ തേർഡ് വൺ ഫിനാൻഷ്യൽ റിലേഷൻ, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള റിലേഷനുകൾ എങ്ങനെയായിരിക്കും, സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലെജിസ്ലേറ്റീവ് റിലേഷൻ ഒന്ന് നോക്കി പോകണം. ഓക്കെ, സോ ഇതും ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ആണ്. ആർക്കാണ് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള അവകാശം? ഇന്ത്യയിലെ സംസ്ഥാന ഗവൺമെന്റിനാണോ കേന്ദ്ര ഗവൺമെന്റിനാണോ നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള അവകാശം? 2 പേർക്കും നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഓക്കെ, 2 പേർക്കും സെപ്പറേറ്റ്ലി നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള അവകാശങ്ങളുണ്ട്. സോ നമ്മൾ ഇതിനെ 3 ലിസ്റ്റുകളായിട്ട് തിരിച്ചു. എന്തൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ആര് നിയമങ്ങൾ നിർമ്മിക്കും? യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് നിയമങ്ങൾ നിർമ്മിക്കും. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമങ്ങൾ നിർമ്മിക്കും.
ദെൻ കൺകറന്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ 2 പേർക്കും നിയമങ്ങൾ നിർമ്മിക്കാം. എഡ്യൂക്കേഷൻ. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആർക്ക് നിയമങ്ങൾ നിർമ്മിക്കാം? ബോത്ത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ഗവൺമെന്റിന് എന്ത് നിർമ്മിക്കാം? നിയമങ്ങൾ നിർമ്മിക്കാം. ഓക്കെ. സോ 7th ഷെഡ്യൂളിലാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പേജുകൾ ഇങ്ങനെ മറിച്ച് അവസാനം എത്തുമ്പോൾ ഷെഡ്യൂളുകൾ വരും. ഷെഡ്യൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ഓഫ് കണ്ടന്റ് പോലെയുള്ള ഒരു സാധനമാണ്. സോ അവസാനം ഷെഡ്യൂളുകൾ വരും. ആ ഷെഡ്യൂളുകളിൽ 7ാമത്തെ ഷെഡ്യൂൾ ഇങ്ങനെ മറിച്ച് നോക്കി കഴിയുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ. സോ ഈ മൂന്നിലും പറയാത്ത കാര്യങ്ങൾ, അതായത് ഈ 3 സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിൽ പെടാത്ത കാര്യങ്ങളിൽ ആരായിരിക്കും നിയമങ്ങൾ നിർമ്മിക്കുന്നത്? സോ അങ്ങനെ ഈ 3 പറയാത്ത കാര്യങ്ങളെയാണ് റെസിഡ്വറി സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. എനി ഓഫ് ദ 3 ലിസ്റ്റ് അതിനെയാണ് റെസിഡ്വറി സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. സോ ഈ റെസിഡ്വറി സബ്ജക്റ്റുകളിൽ നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള അധികാരം ആർക്കാണ്? സെന്ററിനാണ്. സോ റെസിഡ്വറി പവേഴ്സ് റെസ്റ്റ് വിത്ത് ദ സെന്റർ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദെൻ ഇവരുടെ ലെജിസ്ലേറ്റീവ് ടെറിട്ടറി എന്തായിരിക്കും എന്നുള്ളതാണ് എനിക്ക് നെക്സ്റ്റ് അറിയേണ്ടത്. ലെജിസ്ലേറ്റീവ് ടെറിട്ടറി, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ് ടെറിട്ടറി എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ് ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ആണ്. ഡെഫിനറ്റ്ലി അല്ലേ, ഓൾ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ എവിടെയും, അല്ലെങ്കിൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഇന്ത്യ ഉടനീളമാണ് അതിന്റെ പ്രാബല്യം ഉണ്ടാവുക. സംസ്ഥാന ഗവൺമെന്റോ? സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തായിരിക്കും. വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും, പറ്റില്ല? ഏതാണ് നിങ്ങളുടെ ഉത്തരം? പറ്റും. പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അടുത്ത സംസ്ഥാനങ്ങളിലോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ സോ ആ ഏരിയയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ കന്യാകുമാരിയിലുള്ള എന്താണ് പത്മനാഭപുരം കൊട്ടാരം കേട്ടിട്ടുണ്ടോ? പത്മനാഭപുരം കൊട്ടാരം. പത്മനാഭപുരം കൊട്ടാരം എവിടെയാണ് നിൽക്കുന്നത്? ആക്ച്വലി അത് നിൽക്കുന്നത് നമ്മളുടെ തമിഴ്നാട് റീജിയണിലാണ്. പക്ഷേ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആരാണ്? കേരള ഗവൺമെന്റ് ആണ്. സോ ഏതെങ്കിലും ഒരു കാര്യം ഈ പത്മനാഭപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ലെജിസ്ലേഷൻ നടത്തണമെങ്കിൽ അത് കേരള പാർലമെന്റിൽ നടക്കും. പക്ഷേ ടെറിട്ടറി ആരുടെ ഉള്ളിലായിരിക്കുന്നത്? തമിഴ്നാട് ഗവൺമെന്റിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. സോ അങ്ങനെയുള്ള ചെറിയ എക്സെപ്ഷനുകൾ ഉണ്ട്. ഓക്കെ. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സെപ്ഷനുകൾ ഉണ്ട്. ദെൻ അടുത്ത ചോദ്യം എൻ്റെ, എപ്പോഴെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ യൂണിയൻ സബ്ജക്റ്റിലുള്ള കാര്യം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് സ്റ്റേറ്റ് സബ്ജക്റ്റുകളിലുള്ള കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് പറ്റുമോ? ഫോർ എക്സാമ്പിൾ, പോലീസ് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. പോലീസിന്റെ കാര്യങ്ങളിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് പറ്റുമോ? ഈ ടെറിട്ടറി, ലെജിസ്ലേറ്റീവ് ടെറിട്ടറികൾ മാറി വരുന്ന ചില സമയങ്ങളുണ്ട്. ഓക്കെ. സോ കേന്ദ്ര സർക്കാർ സർക്കാരുകളുടെ പരിധിയിൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെ ടെറിട്ടറിയിൽ കയറിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കും. ചില അവസരങ്ങളുണ്ട്, 5 അവസരങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, രാജ്യസഭ പാസസ് എ റെസൊല്യൂഷൻ. രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്. എന്തിനായിട്ട്? രാജ്യസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ അവിടെ ഇരിക്കുന്നത്? സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയാണ്. സെൻട്രലിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയാണ്. സെൻട്രലിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രതിനിധി പറയുകയാണ്, നമുക്ക് ചില സ്റ്റേറ്റ് സബ്ജക്റ്റുകളിൽ നിയമങ്ങൾ പാസ്സാക്കണം, പെർട്ടിക്കുലർലി നിയമങ്ങൾ പാസ്സാക്കണം. സോ അങ്ങനെ രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾക്ക് ആർക്ക് നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിന് നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നോർമലി അത് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കാര്യമാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന് രാജ്യസഭ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് പറ്റും. സോ രാജ്യസഭ പാസ്സസ് എ റെസൊല്യൂഷൻ ബൈ 2/3 മെജോറിറ്റി. 2/3 മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി. 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഇന്ന് പ്രസന്റ് ആയിരിക്കുന്നവരിൽ 2/3 ആളുകൾ, അതായത് 3ൽ 2 പേരും എന്ത് ചെയ്തിരിക്കണം? ഇതിനെ അംഗീകരിച്ചിരിക്കണം. ദെൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഡ്യൂറിങ് നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള അധികാരങ്ങൾ എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്യപ്പെടും. ആരായിരിക്കും നിയമങ്ങൾ നിർമ്മിക്കുന്നത്? പാർലമെന്റ് ആയിരിക്കും പല കാര്യങ്ങളും, അല്ലെങ്കിൽ സ്റ്റേറ്റും പാർലമെന്റും ഒരുമിച്ച് നിർമ്മിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ക്ലോസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ നിയമമായിരിക്കും അവിടെ പ്രിവാലന്റ് ആയിരിക്കുക. ഓക്കെ. ദെൻ
Then the third and the most important one, two or more states request through resolution. അതായത് എനിക്ക് തോന്നുകയാണ്, എനിക്ക് പരിസ്ഥിതി വിഷയങ്ങളിൽ, ഞാൻ കേരള ഗവൺമെന്റ് ആണ്, എനിക്ക് തോന്നുകയാണ്, കേരള ഗവൺമെന്റിന് തോന്നുകയാണ്, എനിക്ക് പരിസ്ഥിതി വിഷയങ്ങളിൽ എനിക്ക് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള ഒരു ശക്തിയില്ല. ഓക്കെ, അല്ലെങ്കിൽ എന്റെ പോലീസ് സബ്ജക്റ്റിൽ എനിക്ക് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള ശക്തിയില്ല. സോ അതുകൊണ്ട് ഞാൻ മറ്റൊരു സംസ്ഥാനത്തെയും കൂട്ടിപ്പിടിച്ചു, അതായത് തമിഴ്നാടിനെയും കൂട്ടിപ്പിടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ്, ഞങ്ങൾക്ക് ഒരു നിയമം നിങ്ങൾ പാസ്സാക്കി തരണം, അല്ലെങ്കിൽ ടു ഓർ മോർ സ്റ്റേറ്റ്സ്, രണ്ടിലധികമുള്ള സ്റ്റേറ്റുകൾ, ടു ഓർ മോർ സ്റ്റേറ്റ് റിക്വസ്റ്റ് ത്രൂ എ റെസൊല്യൂഷൻ, ഒരു റെസൊല്യൂഷനിലൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റ്, ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റിന് നിയമങ്ങൾ പാസ്സാക്കാനായിട്ട് ആരോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പാർലമെന്റിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പാർലമെന്റ് ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിയമങ്ങൾ പാർലമെന്റ് ആയിരിക്കും പിന്നീട് പാസ്സാക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കില്ലേ, ഈ നിയമം പാസ്സാക്കി, പാർലമെന്റിൽ സ്പെഷ്യൽ നമ്മളുടെ റിക്വസ്റ്റ് കൊടുത്തിട്ട്, രണ്ടിലധികം സ്റ്റേറ്റുകൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒരു നിയമം പാസ്സാക്കി, ആ നിയമം പിൻവലിക്കണമെങ്കിൽ ആർക്കായിരിക്കും അധികാരം? നിയമം പാസ്സാക്കിയത് പാർലമെന്റ് ആണ്, പക്ഷേ സ്റ്റേറ്റ് സബ്ജക്റ്റിലല്ലേ പെടുന്നത്. സോ ആ നിയമം എനിക്ക് പിൻവലിക്കണം. കേരള സർക്കാരിന് തോന്നി ഈ നിയമം അത്ര കൊള്ളൂല, അതിപ്പോ ഞാൻ അങ്ങോട്ട് പിൻവലിക്കാൻ പോവുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിൻവലിക്കാനായിട്ട് എനിക്ക് പറ്റുമോ? ഇല്ല. കേന്ദ്രം ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ടു ഓർ മോർ സ്റ്റേറ്റ് റിക്വസ്റ്റ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഞങ്ങളുടെ അധികാരം ആർക്ക് കൊടുത്തിരിക്കുകയാണ്? പാർലമെന്റിന് കൊടുക്കുന്നത് പോലെയാണ്. സോ പിന്നീട് ആ ഒരു ലോ റിപ്പീൽ ചെയ്യുന്നത്, അമെൻഡ് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നതെല്ലാം ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും, പെർട്ടിക്കുലർലി യൂണിയൻ ഗവൺമെന്റ് ആയിരിക്കും. സോ സർക്കാരുകളുടെ, സംസ്ഥാന സർക്കാരുകളുടെ അധികാരം കൂടിയാണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്? ഇങ്ങനെ ടു ഓർ മോർ സ്റ്റേറ്റ്സ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുന്നത്. ദെൻ ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ള മറ്റൊരു കാര്യം, ഞാൻ ഒരു 3 സ്റ്റേറ്റുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. ദെൻ പാർലമെന്റ് ആ നിയമം ആരിലേക്ക് കൊടുത്തു? ആ നിയമം പാസ്സാക്കിയിട്ട് ഈ 3 സ്റ്റേറ്റുകൾക്കും ബാധകമാകുന്ന രീതിയിൽ പാസ്സാക്കി കൊടുത്തു. ഓക്കെ, ദെൻ മറ്റൊരു സ്റ്റേറ്റ്, ഒരു 4ാമത്തെ സ്റ്റേറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു ഗുജറാത്ത് അല്ലെങ്കിൽ ആസാം, ആ സ്റ്റേറ്റിന് തോന്നുകയാണ് ഈ നിയമം നമുക്ക് കൂടി പ്രാബല്യത്തിൽ വരുത്തണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും ഒരു 3 സ്റ്റേറ്റുകളെ കൂട്ടുപിടിക്കണോ? വേണ്ട. അവരുടെ ലെജിസ്ലേഷനിൽ ഒരു നോർമൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ, അവരുടെ ഓൺ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ലെജിസ്ലേഷൻ പാസ്സായി കഴിഞ്ഞാൽ, റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ നിയമം പ്രാബല്യത്തിൽ വരും. ഓക്കെ, ദെൻ ഇപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചല്ലോ. ഒന്ന്, രാജ്യസഭ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കും. ദെൻ നാഷണൽ എമർജൻസി ഉള്ള സമയത്ത്. ദെൻ മൂന്നാമത് നമ്മൾ പുതുതായിട്ടൊരു കാര്യം പഠിച്ചു, എന്താണ്? ടു ഓർ മോർ സ്റ്റേറ്റ് റിക്വസ്റ്റ് ടുഗദർ, രണ്ടിലധികം സ്റ്റേറ്റുകൾ ഒരുമിച്ച് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ദെൻ ഏതെങ്കിലും ഇന്റർനാഷണൽ ട്രീറ്റീസ്, ഫോർ എക്സാമ്പിൾ ഇന്റർനാഷണൽ ട്രീറ്റീസ് ഒപ്പുവെക്കുന്ന സമയത്ത്, ഏതെങ്കിലും UN കൺവെൻഷനുകളോ ട്രീറ്റീസോ ഒപ്പുവെക്കേണ്ടത്, അതായത് UN നിയമം ബൈൻഡിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം UNFCCയെ കുറിച്ച് പറഞ്ഞു. UNFCCയിലെ എല്ലാ അംഗങ്ങളും ബൈൻഡിംഗ് നേച്ചർ ആണല്ലോ. എല്ലാവരും അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിച്ചു പോകണം. സോ ആ കാര്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇന്റർനാഷണൽ ട്രീറ്റീസ് ഒബൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും നിയമം ഇന്ത്യയിൽ പാസ്സാക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കേസുകളിലും സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് കടന്നുകൊണ്ട് പാർലമെന്റിന് നിയമങ്ങൾ പാസ്സാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ദ ഫിഫ്ത് വൺ ഈസ് പ്രസിഡന്റ് റൂൾ. നാഷണൽ എമർജൻസി പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ. പ്രസിഡന്റ് റൂളിന്റെ സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ആരാണ് നിയമങ്ങൾ പാസ്സാക്കുന്നത്? പ്രസിഡന്റോ പ്രസിഡന്റ് ഡെലിഗേറ്റ് ചെയ്ത ആളുകളോ, വിച്ച് ഈസ് പാർലമെന്റ്. ഓക്കെ, സോ ലെജിസ്ലേറ്റീവ് റിലേഷൻ ക്ലിയർ ആയല്ലോ. ലെജിസ്ലേറ്റീവ് റിലേഷനുകൾ. ഓക്കെ, സോ ഈ 5 പോയിന്റുകളും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് കേസിലേക്ക് നമുക്ക് പോകണം. അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ? നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് എല്ലാവർക്കും പറ്റും, കുറച്ച് എളുപ്പമുള്ള കാര്യമാണ് നിയമങ്ങൾ നിർമ്മിക്കുക. ഒരു സഭ കൂടിയിട്ട് നിയമങ്ങൾ അങ്ങോട്ട് നിർമ്മിച്ചാൽ മാത്രം മതി. പക്ഷേ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യണമല്ലോ. സോ ഹൂ വിൽ അഡ്മിനിസ്റ്റർ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടുണ്ട്. സോ ഇത് സംസ്ഥാനങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യൂ, അതോ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ളവർ അഡ്മിനിസ്റ്റർ ചെയ്യൂ? അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ് അല്ലെ? ആരിത് അഡ്മിനിസ്റ്റർ ചെയ്യും എന്നുള്ളത്
ഒരു ഹ്യൂജ് പ്രോബ്ലമാണ്. സോ നിയമങ്ങൾ നിർമ്മിക്കുന്നത് കുറച്ചും കൂടി എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ദ എക്സിക്യൂഷൻ ഓഫ് ദീസ് പ്രൊജക്ട്സ് ആർ ഹ്യൂജ് പ്രോബ്ലം. ഓക്കെ, ആർക്കാ പ്രോബ്ലം? രണ്ട് ഗവൺമെന്റിനും പ്രോബ്ലമാണ്. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില പ്രൊവിഷനുകൾ, ചില സജഷനുകൾ ആര് വെക്കുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ വെക്കുന്നുണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 256 ആണ്. സ്റ്റേറ്റ് മസ്റ്റ് എക്സസൈസ് എക്സിക്യൂട്ടീവ് പവർ ടു കംപ്ലൈ വിത്ത് യൂണിയൻ ലോസ്. ഓക്കെ, സ്റ്റേറ്റ് മസ്റ്റ് എക്സസൈസ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ടു കംപ്ലൈ വിത്ത് യൂണിയൻ ലോസ്. യൂണിയൻ ലോസുമായിട്ട് കംപ്ലൈൻ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ യൂണിയൻ ലോയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ സ്റ്റേറ്റുകൾ പ്രവർത്തിക്കണം. So what if the state doesn't comply with the union laws? യൂണിയന്റെ നിയമങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആർട്ടിക്കിൾ 356 വരും. ആർട്ടിക്കിൾ 256 കൂടിയിട്ട് ഒരു 100 ആർട്ടിക്കിൾ കൂടി വരുമ്പോൾ ഒരു സാധനം വരും. എന്താണത്? വിച്ച് ഈസ് പ്രസിഡന്റ് റൂൾ. ഓക്കെ, സോ whenever there is a delay or non compliance with the union laws അല്ലെങ്കിൽ ആർട്ടിക്കിൾ 256, 356 will arrive. 236 അല്ല, 356 will arrive. ഓക്കെ, ഓക്കെ ആണോ? Then ആർട്ടിക്കിൾ 257. ആർട്ടിക്കിൾ 257 എന്ന് പറയുമ്പോൾ യൂണിയൻ കൺട്രോൾ ഓവർ ദ സ്റ്റേറ്റ് ഇൻ സർട്ടേൺ കേസുകൾ, ചില പെർട്ടിക്കുലർ കേസുകൾ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 257. ആ കേസുകൾ പ്രകാരം ആ സന്ദർഭങ്ങളിലെല്ലാം, അതായത് റെയിൽവേസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റികൾ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ സർട്ടൻ കേസുകളിൽ റെയിൽവേസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള കേസുകളെല്ലാം കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ആർക്ക് ഏർപ്പെടുത്തി കൊടുക്കണം? സംസ്ഥാന സർക്കാർ എക്സിക്യൂഷൻസ് സെൻട്രൽ ഗവൺമെന്റിന് ഏർപ്പെടുത്തി കൊടുക്കണം. ദെൻ എമർജൻസീസ് കേസസ് നമുക്കറിയാം. എമർജൻസീസിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? എമർജൻസീസിന്റെ കേസിൽ, നാഷണൽ എമർജൻസീസിന്റെ കേസിൽ എക്സിക്യൂഷൻ പവേഴ്സ് മൊത്തമായിട്ട് ആരുടെ കയ്യിലേക്ക് വരും? സെന്ററിന്റെ കയ്യിലേക്ക് വരും. സെന്റർ ക്യാൻ ഡയറക്ട് സ്റ്റേറ്റ്സ് റിഗാർഡിംഗ് ദ മാനർ ഓഫ് എക്സസൈസിംഗ് എക്സിക്യൂട്ടീവ് പവർ. ഓക്കെ, ദെൻ പ്രസിഡന്റിന്റെ റൂളിലും സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. സോ പ്രസിഡന്റ് ഭരിക്കും. ദെൻ ഏതൊക്കെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നമ്മൾ നയിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കുറച്ച് അധികം ഉണ്ട് കേട്ടോ, ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ. നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ലക്ഷ്മികാന്ത് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് ആദ്യം ആ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് പോകാം. എങ്ങനെയാണ് ഇതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ വരുന്നത്? ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ സംസ്ഥാന ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഗവർണേഴ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒരേപോലെ ഗവർണറിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. Then the next one is not State Public Service Commission. Next one is the All India Services. നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന, നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സർവീസ് എന്താണ്? ഓൾ ഇന്ത്യ സർവീസസ്. ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 312. 312. ഓക്കെ, ആർട്ടിക്കിൾ 312 പ്രകാരമുള്ള IAS, IPS and Indian Forest Service, which means IFS, not the Indian Foreign Service but the Indian Forest Service. ഇങ്ങനെ 3 സർവീസുകളാണ് എന്തായിട്ടുള്ളത്? ഓൾ ഇന്ത്യ സർവീസുകളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. ബാക്കി എല്ലാ സർവീസും, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് എല്ലാം എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ സർവീസുകളാണ്. അല്ലാണ്ട് നമ്മളുടെ ഓൾ ഇന്ത്യ സർവീസുകളല്ല. ഓൾ ഇന്ത്യ സർവീസ് ഓൺലി 3: IAS, IPS ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, വിച്ച് ഈസ് IFS. ഓക്കെ ആണോ? Then the third one is what? Then the third one is State Public Service Commission. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. പക്ഷേ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ, നമ്മളുടെ PSCയുടെ ചെയർമാനെ, നമ്മളുടെ തിരുവനന്തപുരത്തിരിക്കുന്ന PSCയുടെ ചെയർമാനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ സെയിം ക്യാൻ ബി റിലേറ്റഡ് ടു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും സെയിം ആയിട്ടുള്ള കാര്യമാണ്. സോ ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസംസ് യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനുകളെ യൂസ് ചെയ്തുകൊണ്ടാണ് സെന്റർ നമ്മളുടെ സ്റ്റേറ്റുകളെ ഭരിക്കുന്നത്.
ഓക്കെ. സോ നമ്മളുടെ ജില്ലാ കളക്ടറുകൾക്കെല്ലാം പണം കൊടുക്കുന്നത് ആരാണ്? പണം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരായിരിക്കും. നമ്മളുടെ ഇവിടെയുള്ള ചീഫ് സെക്രട്ടറിമാർക്കും ഇവിടെയുള്ള ഡിസ്ട്രിക്ട് കളക്ടർമാർക്കും പണം കൊടുക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്നാണ് പൈസ പോകുന്നത്, നമ്മളുടെ ഖജനാവിൽ നിന്നാണ് പൈസ പോകുന്നത്. പക്ഷേ ഇവർ ആരോടാണ് ലൈബിലിറ്റി ഉള്ളത്? സെൻട്രൽ ഗവൺമെന്റിനോടാണ്. നമ്മളുടെ സിവിൽ സർവന്റിനെയൊക്കെ പുറത്താക്കണമെങ്കിൽ പ്രസിഡന്റ് തീരുമാനിക്കണം, അല്ലാണ്ട് മുഖ്യമന്ത്രിയോ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സോ തീരുമാനിച്ചു കഴിഞ്ഞാൽ പുറത്താക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ. സോ അത് അവർക്കുള്ളൊരു പവർ പൊസിഷൻ കൂടിയാണ്. ദെൻ ഫിനാൻഷ്യൽ റിലേഷൻസ്. ഫിനാൻഷ്യൽ റിലേഷനിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് ടാക്സ് ആണ്. ഓക്കെ. സോ ഇന്ത്യയിൽ ഒരു ടാക്സും നിയമാനുസൃതം അല്ലാണ്ട് പിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ലെജിസ്ലേഷൻ ഇല്ലാണ്ട് പിരിക്കാനായിട്ട് പാടില്ല. മോസ്റ്റ് ഓഫ് ദ ടാക്സ് മേക്കിംഗ് പവേഴ്സ് വിൽ given to the parliament. Okay. The parliament and the state legislature have exclusive powers to levy tax on the subjects in union and state list separately. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾക്ക് പാർലമെന്റിനും സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾക്ക് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനുമാണ് എന്ത് വരുന്നേ? ടാക്സ് പിരിക്കാനായിട്ടുള്ള അവകാശങ്ങൾ വരുന്നത്. ഓക്കെ. ദെൻ ടാക്സുകളുടെ കാര്യം ക്ലിയർ ആയല്ലോ. ദെൻ ഗ്രാൻസ് ഇൻ എയ്ഡ്. ഗ്രാൻസ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്ന ഗ്രാൻസിനെയാണ് ഗ്രാൻസ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഗ്രാൻസ് ഇൻ എയ്ഡ് ആർക്ക് കൊടുക്കും? കേന്ദ്ര ഗവൺമെന്റ് സർക്കാരുകൾക്ക് കൊടുക്കും. സോ ഈ ഗ്രാൻസ് ഇൻ എയ്ഡ് ഒന്നും കൃത്യമായിട്ട് തമിഴ്നാട് ഗവൺമെന്റിന് കിട്ടുന്നില്ല, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാൻസ് ഇൻ എയ്ഡ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് തമിഴ്നാട് ഗവൺമെന്റ് ഒക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ദെൻ ഇവിടെ നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുള്ള ഒരു സംശയമുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. എന്താണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിലേറ്റഡ് ടു സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ? ആണോ? ഗുഡ്സും സർവീസസും ആരാണ് ചുങ്കം നിമിത്തേണ്ടത്? ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ? പല കാര്യങ്ങളും ഇസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. സോ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? ഇപ്പൊ കേരളത്തിലാണ് ഡെസ്റ്റിനേഷൻ എങ്കിലും ഞാൻ എന്തിനാണ് കേന്ദ്ര സർക്കാരിന് ടാക്സ് കൊടുക്കുന്നത്? സോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇസ് ആൻ എക്സെപ്ഷൻ. ഓക്കെ. അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയാണ് നമ്മൾ ആ ഒരു എക്സെപ്ഷണൽ പ്രൊവിഷൻ ഫിനാൻഷ്യൽ റിലേഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിനു ശേഷമാണ് ഫിനാൻസ് കമ്മീഷൻ വരുന്നത്. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റുകളിലേക്ക് എത്ര ടാക്സ് ഡിവോൾവ് ചെയ്യണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന, അഡ്വൈസ് ചെയ്യുന്ന ഒരു കമ്മീഷനാണ് ഫിനാൻസ് കമ്മീഷൻ. ആർട്ടിക്കിൾ 280 പ്രകാരം. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഫിനാൻസ് കമ്മീഷൻ. ഇപ്പോ ഒരു പുതിയ ഫിനാൻസ് കമ്മീഷൻ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അരവിന്ദ് പനഗരിയുടെ നേതൃത്വത്തിലുള്ള ഫിനാൻസ് കമ്മീഷൻ കഴിഞ്ഞ വർഷമാണ് നിലവിൽ വന്നത്. സോ അവര് ഈ അടുത്ത 5 വർഷത്തേക്ക് എങ്ങനെയായിരിക്കും ടാക്സ് ഡെവല്യൂഷൻ കൊണ്ടുപോകുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു റിപ്പോർട്ട് പ്രസിഡന്റിന് സമർപ്പിക്കും. ഓക്കെ. സോ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. പ്രസിഡന്റ് ഈ ടാക്സ് ഡെവല്യൂഷനെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ടാക്സ് ഡിവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററിന് കിട്ടുന്ന ടാക്സുകളെ എത്ര ഷെയർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല, സംസ്ഥാനങ്ങൾ തമ്മിൽ പരസ്പരം ടാക്സ് ഡെവല്യൂഷൻ, ദെൻ വേറെ എന്താണ്, നമ്മളുടെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും ഡിവോൾവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തു പോകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംസ്ഥാനങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ 73rd 74th അമെന്റ്മെന്റ് പ്രകാരം സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുകളുണ്ട്. UPSCയും PSCയും ഉള്ളതുപോലെ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുകളുണ്ട്. അവിടെ എന്താ ചർച്ച ചെയ്തു പോകുന്നത്? അവിടെ ചർച്ച ചെയ്തു പോകുന്നത് സംസ്ഥാനങ്ങൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് എങ്ങനെയായിരിക്കും ഫിനാൻസ് ഡിവോൾവ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതായിരിക്കും അവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ. സോ ഞാൻ GSTയുടെ കാര്യം പറഞ്ഞു, ഞാൻ ടാക്സിന്റെ അലോക്കേഷൻ പവേഴ്സ് പറഞ്ഞു, ഗ്രാൻസ് ഇൻ എയ്ഡിനെ കുറിച്ച് പറഞ്ഞു, ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് പറഞ്ഞു. ഓക്കെ. ദെൻ മേജേഴ്സ് ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നടക്കുന്ന പ്രശ്നം എന്താണ്? ഓഫീസ് ഓഫ് ഗവർണേഴ്സ്. ഓക്കെ. ഇന്നത്തെ എഡിറ്റോറിയലിലും പറയുന്നത് എന്താണ്? സെക്കൻഡ് എഡിറ്റോറിയലിൽ എന്താ പറയുന്നത്? അതായത് ഗവർണർമാർ നമ്മളുടെ യൂണിവേഴ്സിറ്റീസിന്റെ ചാൻസലർ ആയിരിക്കുന്നത് തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് 2 എക്സാമ്പിൾ, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എക്സാമ്പിളുകൾ എടുത്തുകൊണ്ട് നമ്മുടെ എഡിറ്റോറിയൽ സെഷൻ, നമ്മുടെ നാച്ചുറൽ എഡിറ്റോറിയൽ സെഷനിൽ ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഹിന്ദുയുടെ വ്യൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ. സോ സെൻട്രൽ സ്റ്റേറ്റിന്റെ ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓഫീസേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഗവർണേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം. ദെൻ ആർട്ടിക്കിൾ 356ന്റെ മിസ്യൂസ്,
സോ പ്രസിഡന്റ് റൂൾ ഇടക്കിടക്ക് പ്രയോഗിക്കാനായിട്ടുള്ള അതിന് തടയിട്ടത് ഏത് കേസ് ലോ വഴിയാണ്? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പ്രസിഡന്റ് റൂളിന് തടയിട്ടത് ഏത് കേസ് ലോ വെച്ചിട്ടാണ്? SR Bommai versus Union of India 1994 or 1993. സോ 1993-ലോ 94-ലോ നടന്ന SR Bommai കേസിലാണ് എന്ത് വരുന്നേ? നമ്മളുടെ പ്രസിഡന്റ് റൂളുമായി ബന്ധപ്പെട്ട മിസ്യൂസുകൾ തടയുന്നതിനുള്ള കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, ഫണ്ടുകൾ, ഗ്രാൻസ് എയ്ഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള ഷെയർസ്, പണം വരുന്നിടത്തെല്ലാം ഷെയർ ചെയ്യുന്ന സമയത്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ അതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുണ്ട്. ദെൻ പല പല കമ്മീഷനുകൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. സർക്കാരിയ കമ്മീഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും സെന്ററിന്റെയും സ്റ്റേറ്റിന്റെയും റിലേഷൻ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പല കമ്മീഷനുകൾ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. സർക്കാരിയ കമ്മീഷൻ, പുഞ്ചി കമ്മീഷൻ 2007 ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഒരു സെൻട്രൽ ലെവലിൽ നിയമിച്ച ഒരു കമ്മീഷനാണ് പുഞ്ചി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ പല സർക്കാരുകളും പല സംസ്ഥാന സർക്കാരുകളും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുകളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷനുകൾ നിയമിക്കാറുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട കാര്യമാണ്. ഇത് ഞാനൊരു ഫ്രെയിം സെറ്റ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഇന്ന് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ സർക്കാരിയ കമ്മീഷൻ, പുഞ്ചി കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സോ ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഓവർ. ഓക്കെ, സോ ഈ ഒരു ചുരുക്കം ഭാഗത്തിലേക്ക് മാത്രം നിങ്ങൾ ഒതുക്കരുത്. സോ ഇതൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷനേ അല്ല എന്ന് എനിക്കറിയാം. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 2 to 3 ക്ലാസ് എങ്കിലും എനിക്ക് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൽ വേണം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാനൊരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് തന്നേക്കുന്നത്. എന്താണ് ഫ്രെയിം വർക്ക്? 3 റിലേഷനുകളാണ് നമുക്കുള്ളത്. ഒന്ന് ലെജിസ്ലേറ്റീവ് റിലേഷൻ, നിയമങ്ങൾ ആര് നിർമ്മിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ, നിയമങ്ങൾ നിർമ്മിച്ചത് ആര് എക്സിക്യൂട്ട് ചെയ്യും, അതിനാരുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനിൽ വരുന്നത്. ദെൻ പണം എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടും, ആര് പണത്തിന്റെ കൈമാറ്റത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കും, എങ്ങനെയൊക്കെയാണ് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ഇതെല്ലാമാണ് നമ്മളുടെ ഫിനാൻഷ്യൽ റിലേഷൻ. ഈ 3 കാര്യങ്ങളിലാണ് നിങ്ങൾ ഇനി ബിൽഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇനി ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൽ ചെറിയ ചെറിയ പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തന്നു. എന്തൊക്കെയാണ്? സ്റ്റേറ്റുകൾക്ക് അധികാരമുണ്ട്, സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ. സ്റ്റേറ്റിന്റെ അധികാരങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് സ്റ്റേറ്റിന്റെ അധികാരങ്ങളിൽ നമ്മളുടെ യൂണിയൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് നിയമങ്ങൾ പാസ്സാക്കാം. എപ്പോഴൊക്കെ? രാജ്യസഭ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. രണ്ടാമത്തെ കേസ് നമുക്ക് നാഷണൽ എമർജൻസി വരുമ്പോൾ. മൂന്നാമത്തെ കേസ് തൊട്ടടുത്തത് പ്രസിഡന്റ് എമർജൻസി വരുമ്പോൾ. ദെൻ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ലോസ് പാസ്സാക്കേണ്ട അവസരത്തിൽ. ദെൻ വേറൊരു കേസ് ഏതാണ്? നമ്മൾ പുതുതായിട്ട് പഠിച്ചത്, പലരും പുതുതായിട്ട് പഠിക്കുന്ന ഒരു കേസാണ്. സംസ്ഥാനങ്ങൾ, 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ഒരു ജോയിന്റ് റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 അധികം സംസ്ഥാനങ്ങൾ പാർലമെന്റിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രൂ എ റെസൊല്യൂഷൻ, അപ്പോഴും പാർലമെന്റിന് നിയമങ്ങൾ പാസ്സാക്കാം. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ആര് ഭരിക്കും, വിച്ച് മീൻസ് നിയമങ്ങൾ, ലെജിസ്ലേഷൻസ് ആര് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് യൂണിയൻ ഗവൺമെന്റുമായിട്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് യൂണിയൻ ഗവൺമെന്റുമായിട്ട് കംപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കണം സംസ്ഥാന ഗവൺമെന്റ് ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒത്തുചേർന്നുകൊണ്ടായിരിക്കണം ഭരിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഞങ്ങൾ പ്രസിഡന്റ് റൂൾ പ്രഖ്യാപിക്കും. ഓക്കെ, സോ ദെൻ സർട്ടൈൻ അതർ പ്രൊവിഷൻസുകൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പല പ്രൊവിഷനുകൾ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അവർ ഭരിക്കുന്നത് എന്തൊക്കെയാണ്? ഗവർണറിനെ യൂസ് ചെയ്തുകൊണ്ട് ഭരിക്കാറുണ്ട്. നമ്മുടെ ഓൾ ഇന്ത്യ സർവീസ്, IPS, IAS, IFS, വിച്ച് മീൻസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് യൂസ് ചെയ്തുകൊണ്ട് ഭരിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനിൽ പറഞ്ഞു. ദെൻ നമ്മളുടെ ഫിനാൻസ് റിലേഷനിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഗ്രാൻസ് ഇൻ എയ്ഡ് പറഞ്ഞു. ദെൻ ഇൻകം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ വേറൊരു കാര്യം ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ദെൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. എന്താണ്? നമ്മളുടെ പവർ അലോക്കേഷൻ, അതായത് അലോക്കേഷൻ ഓഫ് ടാക്സിംഗ് പവേഴ്സ്. അത് ഞാനിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ 4 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. 4ാമത്തെ കാര്യം എന്താണ്? സെന്ററിനും സ്റ്റേറ്റിനും, യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളിൽ സെന്ററിനും, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളിൽ സ്റ്റേറ്റിനും എന്ത് തീരുമാനിക്കാം? ടാക്സ് കളക്ട് ചെയ്യാം. ഓക്കെ ആണോ? സോ ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. ഏതാണ് നെക്സ്റ്റ് ആർട്ടിക്കിൾ? നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഫിനാൻസ്
റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അതായത് S&P എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ കുറച്ചും കൂടി കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന ആളാണ് എന്ന് S&P എന്ന് പറയുന്ന പ്രൈവറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഹ്യൂജ് എക്കോണമിക് ഇമ്പാക്ട് ഉള്ള ഒരു വാർത്ത. ഓക്കെ, എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്? അതായത് ട്രംപ് നമ്മളെ ഡെഡ് എക്കോണമി എന്ന് വിളിച്ചിരിക്കുകയാണ്. ഡെഡ്ലി എക്കോണമി, ഇന്ത്യയും റഷ്യയും ചാവാറായി കിടക്കുന്ന എക്കോണമിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ S&P എന്ന് പറയുന്ന കമ്പനി, 2-3 കമ്പനികളാണ് പ്രധാനമായിട്ടും ക്രെഡിറ്റ് റേറ്റിംഗ് മേഖലയിൽ പ്രധാനമായിട്ടും നിൽക്കുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഇന്റർനാഷണൽ കമ്പനിയാണ്. ദെൻ മൂഡീസ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഫിച്ച് റേറ്റിംഗ്സ് എന്ന് പറയും. ഓക്കെ, ഫിച്ച് ഇന്ത്യ റേറ്റിംഗ്സ് അല്ലെങ്കിൽ ഫിച്ച് റേറ്റിംഗ്സ് പറയും. ദെൻ ഇന്ത്യയിലെ പല ചെറിയ ചെറിയ കമ്പനികളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ആരാണ് നമ്മളുടെ ക്രിസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ICRA, ഇതാണ് ഈ 2 സംഘടനയുമാണ് പ്രധാനപ്പെട്ടു വരുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. എന്താണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ്? അതൊന്നും ഞാൻ പറയട്ടെ. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് ഇയാൾ കുറെ നേരമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി? ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടം കൊടുക്കാൻ കേപ്പബിൾ ആണോ അല്ലെങ്കിൽ കടം വാങ്ങാൻ കേപ്പബിൾ ആണോ അല്ലയോ എന്ന് പറയുന്ന സംഘടനയാണ്. നമ്മൾ ബാങ്കിൽ ഒരു ലോൺ എടുക്കാൻ പോകുന്നു. അപ്പോൾ ബാങ്കുകാർ നമ്മളുടെ എന്ത് ചെക്ക് ചെയ്യും? സിബിൽ സ്കോർ ചെക്ക് ചെയ്യും. എന്താണ് ഈ സിബിൽ സ്കോർ? സിബിൽ സ്കോർ ഈസ് സിംപ്ലി എ ക്രെഡിറ്റ് റേറ്റിംഗ്. നിങ്ങൾക്ക് കടം കൊടുക്കുവാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറ്റിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന ആളാണോ, അല്ലെങ്കിൽ കടം തിരിച്ചടയ്ക്കാതിരിക്കുന്ന ആളാണോ എന്ന് തീരുമാനിക്കുന്നതാണ് ഈ സിബിൽ സ്കോർ. ഓക്കെ, സോ അത് ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. അതുപോലെ സോവറിൻ ഗവൺമെന്റ്സിന്റെ, വിച്ച് മീൻസ് ഒരു രാഷ്ട്രത്തിന്റെ ക്രെഡിറ്റിനെ റേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ്സ്. ഓക്കെ, സോ an independent assessment of a country's credit worthiness, the ability of a government to pay back its own debt without a default. സോ നമുക്ക് മാത്രമല്ല എന്തുള്ളത്, സിബിൽ സ്കോറുകൾ ഉള്ളത്. ഓക്കെ, ആർക്കും കൂടിയുണ്ട്? നമ്മളുടെ ഗവൺമെന്റുകൾക്കും സിബിൽ സ്കോറുകൾ ഉണ്ട്. ഓക്കെ, സോ എന്താണ്? സോ റിസ്ക് ലെവൽ മനസ്സിലാക്കാനായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരുമോ ഇല്ലയോ എന്നുള്ള റിസ്കുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗുകൾ ഉള്ളത്. മേജർ ആയിട്ട് 3 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളൊന്നും അല്ല ലോകത്തുള്ളത്, ഒരുപാടുണ്ട്. പ്രൈവറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ് ലോകത്തുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ആണ്, ദെൻ മൂഡീസ് ആൻഡ് ഫിച്ച് റേറ്റിംഗ്സ് ആണ്. ഓക്കെ, ഇവർ 3 സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. ഓക്കെ, ദെൻ ഇതാണ് ഇവരുടെ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. AAA അല്ലെങ്കിൽ AAA, ദെൻ AA+, ഇങ്ങനെ കാറ്റഗറിയിലാണ്. ഇങ്ങനെ 1, 2, 3, 6, 9, 10 ലെവലിലാണ് ഇവരും എന്ത് ചെയ്യുന്നത്. ഇപ്പം എഴുതിയിട്ടുണ്ടല്ലേ, 10 ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് റേറ്റ് ചെയ്യുന്നത്. അതുപ്രകാരം കഴിഞ്ഞ വർഷം വരെ S&P റിപ്പോർട്ടിൽ, സ്റ്റാൻഡേർഡ് ആൻഡ് പുവറിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന കൺട്രി ആയിരുന്നു. ഓക്കെ, സോ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന BBB- കിടക്കുന്ന കൺട്രി ആയിരുന്നു. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നമ്മളെ എങ്ങടേക്ക് ഉയർത്തി? BBB+ലേക്ക് അല്ലെങ്കിൽ BBB+ നമ്മളെ ഉയർത്തിയിരിക്കുകയാണെന്നല്ലേ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉയർത്തിയിരിക്കുന്നത്? നമുക്ക് 50% ടാരിഫ് അടിച്ചിരിക്കുകയാണ്. നമ്മളുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റുകൾ ഇനി കൂടാൻ പോവുകയാണ്. സോ ഇതൊന്നും ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നോക്കിയിട്ടില്ലേ? എന്തിന്റെ ബേസിസിലാണ് ഇവർ ഇവാലുവേഷൻ നടത്തുന്നത്? ഇവർ ഇവാലുവേഷൻ നടക്കുന്നത് എക്കോണമിക് സ്ട്രെങ്ത്തിന്റെ ബേസിസിൽ. ഫിസിക്കൽ പൊസിഷൻ, നമുക്ക് എത്രത്തോളം കടമുണ്ട് രാജ്യത്തിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് എത്രത്തോളം കടമുണ്ട്. ദെൻ മൊണേറ്ററി സ്റ്റെബിലിറ്റി, നമ്മുടെ കറൻസി എത്രത്തോളം സ്റ്റേബിൾ ആണ്. ദെൻ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടോ. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ പൊസിഷൻസ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ട് ബാലൻസ് അല്ലെങ്കിൽ റിസർവ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ്. സോ ഇന്ത്യയുടെ റിസർവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് റിസർവ് ആണ്. നമ്മൾ 1991 ക്രൈസിസ് വന്നതിന് ശേഷം ഒരു 600 ബില്യണോളം റിസർവ് മാത്രമായിട്ട് ഇന്ത്യയുടെ കൈവശമുണ്ട്. 600 ബില്യൺ. ഓക്കെ, സോ അതൊരു ഹ്യൂജ് റിസർവ് ആണ്. നമ്മൾ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിലും ഗോൾഡിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂജ് റിസർവ് ഇന്ത്യയുടെ കയ്യിലുണ്ട്. ദെൻ എക്കോണമിക് സ്ട്രെങ്ത് ആണെങ്കിലും 4th ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഫിസിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു
4.5% ഓഫ് ദി GDP-യിലേക്ക് നമ്മളെ കുറച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. മോണിറ്ററി സ്റ്റെബിലിറ്റി, ഫ്ലക്ച്വേഷൻ അധികമൊന്നുമില്ല. ബ്രസീലിയൻ കറൻസിയൊക്കെ പോലെയൊന്നും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കറൻസി ഒന്നുമല്ല നമ്മളുടെ. ദെൻ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, കുറച്ച് നാളായിട്ട് നമ്മൾ എന്താണ്, ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ് നമുക്കുള്ളത്. സോ സെൻട്രൽ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി മാത്രമല്ല നോക്കുന്നത്, ടോട്ടൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഡെമോക്രസിയുടെ ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നോക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നാണക്കെടുത്തേണ്ട ഒരു സംഭവമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം വരെ എന്തിലായിരുന്നു, ഏറ്റവും അവസാനമായിരുന്നു, 10ാമത്തെ സ്റ്റാൻഡായിരുന്നു നമുക്കിപ്പോ എന്തിലേക്ക് മാറി, 8ാമത്തെ സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. സോ ഇത് ഇന്ത്യക്ക് ഒരു പുഷാണ്. സോ ഇന്ന് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ വൻ കുതിപ്പ് സംഭവിച്ചിട്ടുണ്ടാവും. കാരണം എന്താണ്, ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആണ് എന്ന് കൂടിയൊക്കെയാണ് ഇതിനർത്ഥം. ഓക്കെ, സോ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് കൺട്രിയാണ്. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കും. കാരണം എന്താണ്, ഡെഡ്ലി എക്കോണമി എന്ന് പറഞ്ഞ സ്ഥലത്താണ് S&P സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങള് ഡെഡ്ലി എക്കോണമി അല്ല, നിങ്ങളുടെ പൊസിഷൻ ഞങ്ങളൊന്ന് ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഞങ്ങളൊന്ന് ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെ ഓപ്പൺ എഡിറ്റോറിയലും ഈ ന്യൂസ് ആണ്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വൈ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് മാറ്റേഴ്സ്? എന്തുകൊണ്ടാണ് സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഇമ്പോർട്ടന്റ് ആവുന്നത്? സോ മാർക്കറ്റ് ആസസ്, നമുക്ക് കടം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമല്ലേ. സോ ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടോ, കടം, നമ്മൾ ഒരു പൈസ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളൊരു 100 രൂപ ഒരാൾക്ക് കടം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കില്ലേ, അയാൾ എന്നെ പറ്റിച്ചുകൊണ്ട് പോവോ, ഇല്ലെങ്കിൽ അയാൾ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തിരിച്ചു തരുമോ? സോ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് പ്രോബ്ലം അല്ലേ. സോ അവർ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കുമ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് കൂടിയ കമ്പനിയാണ്. ഓക്കെ, ദെൻ ബോറോയിങ് കോസ്റ്റുകൾ, അതായത് ബോറോയിങ് കോസ്റ്റുകൾ കുറയും. കാരണം എന്താണ്, ഹയർ ക്രെഡിറ്റ് റേറ്റിംഗ്. നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിംഗ് കൂടുതലായിരിക്കില്ലേ. ചില ബാങ്കുകളിലെ പരസ്യം കണ്ടിട്ടില്ലേ, സിബിൽ സ്കോർ കുറവാണെങ്കിലും ലോൺ തരും, പക്ഷേ 15-16% ഒക്കെ ആയിരിക്കും അവിടെ ബാങ്കുകളിൽ പലിശ വരുന്നത്. സോ അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറവാണെങ്കിൽ, സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് കുറവാണെങ്കിൽ ഇന്ത്യക്ക് കടകം കൊടുക്കുന്നവരും പലിശ കൂട്ടി ചോദിക്കും. കാരണം എന്താണ്, തിരിച്ചു തന്നില്ലെങ്കിൽ പലിശയെങ്കിലും മുതലായി പോകില്ലേ. സോ അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദെൻ ഞാൻ പറഞ്ഞു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ. ദെൻ സോ നമ്മൾ ബി മൈനസിൽ നിന്ന് BBBയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എന്താണ്, BBB പ്ലസിലേക്ക് വന്നിരിക്കുകയാണ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, സോ ഇന്ത്യയിൽ ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തുന്നത് ക്രിസിൽ എന്ന് പറയുന്ന സംഘടനയുണ്ട്, ICARA, കെയർ എന്ന് പറയുന്ന ക്രെഡിറ്റ് അനാലിസിസ് ആൻഡ് റിസർച്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന, അങ്ങനെ ഡിഫറെന്റ് സംഘടനകളുണ്ട്. സ്പെറയാണെങ്കിലും ഫിച്ച് ഇന്ത്യ, നമ്മൾ ഫിച്ച് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രീനെ കണ്ടു, 3 ഇമ്പോർട്ടന്റ് ആയിട്ട്, അതിന്റെ ഒരു ഇന്ത്യൻ പാർട്ടാണ് ഫിച്ച് ഇന്ത്യ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഡിഫറെന്റ് കമ്പനീസ് ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ, സോ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഒരു ഹ്യൂജ് പ്രോബ്ലമാണ്. അതായത് ഈ സിബിൽ സ്കോറുകളെ കുറിച്ചിട്ട് വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട്. പാർലമെന്റിൽ പല പ്രതിപക്ഷാംഗങ്ങളും എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഈ സിബിൽ സ്കോർ എന്ന് പറയുന്ന ഒരു ആശയം നിർത്തലാക്കി കളയണം. ഓക്കെ, അത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിബേറ്റിംഗ് കാര്യമാണ്. കാരണം ഈ ക്രെഡിറ്റ് റേറ്റിംഗുകൾ എങ്ങനെയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ എന്റെ ക്രെഡിറ്റ് സ്കോർ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. എന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ചിലപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ടാകാം. ഞാൻ 18 വയസ്സുള്ളപ്പോൾ ഒരു ലോൺ എടുത്തു, ഞാൻ തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷേ എനിക്ക് 28ാം വയസ്സിൽ ഹ്യൂജ് ജോലി കിട്ടി, ഒരു 3 കോടി 4 കോടി രൂപയുള്ള ജോലി കിട്ടി. പക്ഷേ ഞാൻ പിന്നീടൊരു സമയത്ത് ലോൺ എടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ 18 വയസ്സിൽ അടയ്ക്കാതിരുന്ന ലോണിന്റെ, അല്ലെങ്കിൽ ഡിഫോൾട്ട് വരുത്തിയ തുകയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കാരണം ചിലപ്പോൾ എനിക്ക് ലോൺ കിട്ടിക്കൊള്ളണം എന്നില്ല. ഓക്കെ, സോ ക്രെഡിറ്റ് റേറ്റിംഗ് അത്ര ട്രാൻസ്പെറൻസിയിലൊന്നും അല്ല ലോകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ പെർട്ടിക്കുലർലി സിബിൽ സ്കോറുകൾ നടക്കുന്നത്. സോ അതിനെതിരെ ശക്തമായിട്ട് നമ്മളുടെ പാർലമെന്റിൽ പല പ്രക്ഷോഭങ്ങളും, അല്ലെങ്കിൽ പല കമന്റുകളും വന്നിട്ടുണ്ട്. പ്രക്ഷോഭങ്ങളല്ല, കമന്റുകളും പാർലമെന്റിൽ അങ്ങിങ്ങായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ആ കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ക്രെഡിറ്റ് റേറ്റിംഗിന്റെ നോഡൽ ഏജൻസി ആരാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കി നടത്തുന്ന ആരാണ്? ക്രെഡിറ്റ് റേറ്റിംഗ്
ബാങ്കിന്റെ കാര്യമാണല്ലോ, ബാങ്ക് റിലേറ്റഡ് ആയിട്ട്, ലോൺ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യമല്ലേ. അപ്പോ ബാങ്കിന്റെ അപ്പെക്സ് ബോഡി ആരാണ്? ബാങ്കിന്റെ അപ്പെക്സ് ബോഡി RBI ആണ്. അപ്പൊ ക്രെഡിറ്റ് റേറ്റിംഗിന്റെ അപ്പെക്സ് ബോഡി ആരാണ്? RBI അല്ല. ഓർത്ത് വെക്കുക, ക്ലിയർ ആക്കി വെക്കുക. RBI അല്ല ക്രെഡിറ്റ് റേറ്റിംഗിന്റെ അപ്പെക്സ് ബോഡി. ആരാണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. സെബി ആണ്. സെബി പെർട്ടിക്കുലർലി എന്താ ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റുകളുടെ അപ്പെക്സ് ബോഡിയാണ്. സ്റ്റോക്ക് മാർക്കറ്റുകളുടെ റെഗുലേഷൻ ആണ് സെബി നടക്കുന്നത്. സെക്യൂരിറ്റി എക്സ്ചേഞ്ചുകളുടെ റെഗുലേഷൻസ് ആണ് നടത്തുന്നത്. സോ ഇയാൾ എന്താണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗുകളുടെ അപ്പെക്സ് ബോഡി ആയിട്ട് മാറിയത്? സോ ഇതൊരു ചെക്ക് ആൻഡ് ബാലൻസസിന്റെ ഇഷ്യൂ ആണ്. കാരണം ബാങ്കുകളെ കുറിച്ചിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗുകൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ കുറിച്ചിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗുകൾ ബാങ്കുകൾ തന്നെ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ കൃത്രിമം കാണിക്കാനായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. സോ അത് കാരണം ഓപ്പോസിറ്റ് ഏജൻസിയെ അല്ലെങ്കിൽ സെബി പോലെ മറ്റൊരു ഏജൻസിയെ നമ്മൾ ഏൽപ്പിച്ചു. ഓക്കെ, ദെൻ സെബി പോലെയുള്ള സംഘടനകളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ ചെക്സ് ആൻഡ് ബാലൻസുകൾ ആര് സംഭവിക്കും? RBI നടത്തും. ഓക്കെ, സോ എന്തിനു വേണ്ടിയിട്ടാണ് സെബി നടത്തുന്നത്? ട്രാൻസ്പെറൻസി ഇഷ്യൂ ചെയ്യാനായിട്ടും ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മളുടെ ഈ സെബിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ എന്താണ് സോവറിൻ ക്രെഡിറ്റ് എന്നുള്ളത്. സോ ഇത് ഇന്ത്യക്ക് സന്തോഷിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചെക്സ് നമ്മളുടെ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗിലെ S&Pയുടെ സ്റ്റാൻഡേർഡ് ആൻഡ് പുവറിന്റെ ഇത് പ്രകാരം നമ്മൾ മുന്നിലേക്ക് വന്നിരിക്കുന്നു. BB+ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്നു. ഓക്കെ, വാട്ടർ ഹയസിന്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ നെതർലൻഡിന്റെ മുൻ അംബാസിഡർ ആയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ഫോറിൻ ഡിപ്ലോമാസിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിച്ചിരുന്ന വേണു രാജമണി സാറാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. മലയാളി കൂടിയായിട്ടുള്ള ഒരാളാണ്, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ്. സോ അദ്ദേഹം ഈ വാട്ടർ ഹയസിന്തിനെ കുറിച്ചിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ എഴുതിയിരിക്കുകയാണ്. ഓൺലി യുണൈറ്റഡ് ആക്ഷൻ ക്യാൻ സ്റ്റോപ്പ് ദ ഹയസിൻസ് ഇൻവേഷൻ. എന്താണ് ഈ വാട്ടർ ഹയസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മൾ ഈ ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ വേമ്പനാട് ലേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പായൽ പോലെ, അതിന് നമ്മൾ പറയുന്നത് ആഫ്രിക്കൻ പായൽ എന്നാണ്. എനിക്കതിന്റെ മലയാളം പെർട്ടിക്കുലർലി കിട്ടുന്നില്ല. ആഫ്രിക്കൻ പായലാണെന്ന് തോന്നുന്നു. സോ അങ്ങനെ ഒരു സാധനം വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഒരുപാട് പായലാണത്. സോ പായലല്ല, ഇറ്റ്സ് ആൻ ആൽഗെ. ഓക്കെ, സോ വാട്ടർ ഹയസിന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗെ അല്ല, ഇറ്റ്സ് എ സീവീഡ്. ഓക്കെ, എന്താണ്? ഫ്രഷ് വാട്ടറുകളിൽ കണ്ടുവരുന്ന ഒരു വീഡാണ്. ഇറ്റ്സ് എ ഫ്രഷ് വാട്ടർ വീഡ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ ആൻ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ ആൻ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. എന്താണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിനെ കുറിച്ചിട്ട്. ഓക്കെ, പുറത്തു നിന്ന് നമ്മളുടെ എക്കോളജിയിലേക്ക് അല്ലെങ്കിൽ എൻവിറോൺമെന്റിലേക്ക് വന്നിട്ട് ഇവിടെയുള്ള സാധനങ്ങളെ, നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളെ നശിപ്പിച്ച് കളയുന്ന സ്പീഷീസുകളെയാണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ടർ ഹയസിന്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്. ഇറ്റ്സ് എ ഫ്രഷ് വാട്ടർ വീഡ്. ഓക്കെ, ഫ്രഷ് വാട്ടർ വീഡാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റായിരിക്കും. UPSC ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ടർ ഹയസിന്ത് ഈസ് ഓൺലി സീൻ ഇൻ ഫ്രഷ് വാട്ടേഴ്സ്. ഓൺലി സീൻ ഇൻ ഫ്രഷ് വാട്ടേഴ്സ് ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിലൂടെ ഇത് ഒഴുകി നടക്കാനായിട്ട് പാടില്ല. സോ ഇത് ഓൺലി സീൻ ഇൻ ഫ്രഷ് വാട്ടേഴ്സ് ഒന്നും അല്ല. ഫ്രഷ് വാട്ടർ സ്പീഷീസ് ആണ്, പക്ഷേ സലൈൻ വാട്ടറിലും ബ്രാക്കിഷ് വാട്ടറിലും ഇത് കാണാനായിട്ട് സാധിക്കും. വേമ്പനാട് ലേക്കുകളൊക്കെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൺസൂൺ കാലഘട്ടങ്ങളിലൊക്കെ ഈ ആഫ്രിക്കൻ പായൽ, ഈ വാട്ടർ ഹൈസന്തിന് കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും. ആഫ്രിക്കൻ പായലാണോ ഇതിന്റെ എക്സാക്ട് മലയാളം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ വിളിക്കുന്ന പേരെന്താന്ന് എനിക്ക് അറിയില്ല. സോ വാട്ടർ ഹൈസന്ത് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരിക്കും. എന്താ പ്രോബ്ലം? ഹ്യൂജ് എക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. കാരണം ഇത് തിന്നു തീർക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ജീവജാലങ്ങൾ തിന്നുന്ന ഒരു കാര്യമല്ല. ഇത് മൂടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജൻ ലഭ്യത വെള്ളത്തിൽ കുറയും. ഓക്കെ, സോ എക്കോളജിക്കൽ പെർസ്പെക്റ്റീവില്, ബാക്കിയുള്ള മൃഗങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എന്താണ്? ഓക്സിജൻ ലഭ്യത കുറയും. ദെൻ പൊല്യൂഷനുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സ്പീഷീസുകൾ ചത്തു പൊങ്ങാനായിട്ട് തുടങ്ങും. ദെൻ രണ്ടാമത്തെ കാര്യം, ഫിഷർമെൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട്, എക്കോളജിക്കൽ സർവീസസുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചേ. ഫിഷർമെൻസിന് മീൻ പിടിക്കാൻ പോകാൻ പറ്റുമോ? അതായത് വല ഇങ്ങനെ പൊക്കുമ്പോഴേക്കും, നിങ്ങൾ ചീന വലയൊക്കെ ഇങ്ങനെ മുങ്ങുന്നത് കണ്ടിട്ടില്ലേ? അത് പൊക്കുമ്പോഴേക്കും ഇതിൽ മൊത്തം ഈ സാധനങ്ങളായിരിക്കും. ദെൻ ചീന വലക്കാരൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുളം കമ്പ് കൊണ്ട് അതിർത്തി കെട്ടിവെക്കും. സോ ആ ഒരു ഭാഗത്തേക്ക് എന്ത് വരാൻ പറ്റാത്ത രീതിയിൽ, ഈ വാട്ടർ ഹയസിന്ത് വരാത്ത രീതിയിൽ മുളം കമ്പ് കൊണ്ട് ഇങ്ങനെ അതിർത്തികൾ ഇങ്ങനെ കെട്ടിവെക്കും.
ഓക്കെ. ദെൻ വേറൊരു പ്രോബ്ലം ഉണ്ടല്ലോ. ഇത് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഥെയ്ൻ ഗ്യാസ് ഫോം ചെയ്യും. ഓക്കെ. എന്ത് ഫോം ചെയ്യും? മീഥെയ്ൻ ഗ്യാസ് ഫോം ചെയ്യും. അത് ഹൈലി കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു 4 മടങ്ങ് എന്താണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാക്കുന്ന ഒരു ഗ്യാസ് ആണ് ഈ മീഥെയ്ൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ ഇതൊരു ഫ്രഷ് വാട്ടർ നോർമലി ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ വീടാണ് ഇത്. ഹ്യൂജ് എക്കോളജിക്കൽ ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്ക് ദെൻ നമ്മളുടെ ഗ്ലോബൽ വാർമിങ്ങിനെല്ലാം കാരണമാകുന്ന ഒരു സ്പീഷീസ് ആണ്. ഇറ്റ്സ് ആൻ ഇൻവേസീവ് സ്പീഷീസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. ഒരു ഓർണമെന്റൽ സസ്യം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പല സസ്യങ്ങളും അല്ലെങ്കിൽ പല സസ്തനികളും നമ്മളുടെ ജീവജാലങ്ങളും വരുന്നത് ഓർണമെന്റൽ സ്പീഷീസ് ആയിട്ടാണ്. ഇപ്പോ കാറ്റ് ഫിഷ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ അക്വേറിയങ്ങളിൽ ഇട്ട് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. റെഡ് ഇയേർഡ് സ്ലൈഡർ എങ്ങനെയാ വന്നേ? നമ്മളൊരു ആമേനെ കുറിച്ച് പറഞ്ഞില്ലേ, ടോട്ടോയിസ് അല്ലെങ്കിൽ ടോട്ടോയിസ് അല്ല, ടേർട്ടിലിനെ കുറിച്ച് പറഞ്ഞില്ലേ, റെഡ് ഇയേർഡ് സ്ലൈഡർ ടർട്ടിലുകളെ കുറിച്ചിട്ട്. അതെങ്ങനെയാ വന്നേ? അതും വന്നത് അക്വേറിയത്തിൽ ഇട്ട് വളർത്താനായിട്ടുള്ള ഓർണമെന്റൽ സ്പീഷീസ് ആയിട്ടാണ് വന്നത്. ദെൻ അത് നമ്മളുടെ വെള്ളത്തിലേക്ക് തുറന്നു വിടുകയും അവിടെ പെറ്റുപെരുകയും ചെയ്തു. സോ ഇങ്ങനെയാണ് ഇതെല്ലാം ഇൻവേസീവ് സ്പീഷീസ് ആകുന്നത്. ഓക്കെ. ദെൻ ബ്രിട്ടീഷുകാർ ഈ ഇൻവേസീവ് സ്പീഷീസിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ബ്രിട്ടീഷുകാർ 1920 30 ആ കാലഘട്ടത്തിൽ ഇതിനെ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ആക്ട് വരെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അന്നേ ഇത് പണി തരുന്ന സ്പീഷീസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ദെൻ ലോകത്തിൽ ഇപ്പോൾ ലോകത്തിൽ ഈ ഒരു സ്പീഷീസ് എത്താത്തത് അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഒരു സ്പീഷീസ് എത്തിയിട്ടുണ്ട്. സോ അത്രയും സ്പെൻഡ് നടന്നിട്ടുണ്ട്. ഓക്കെ. അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. പബ്ലിക് ഹെൽത്തിനും എൻവിറോൺമെന്റൽ കൺസേൺസിനും എല്ലാം ഒരു ഹ്യൂജ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. 1936 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ നിയമം പാസ്സാക്കുന്നത്. ഓക്കെ. ദെൻ ഇവിടെ വേണു സാർ പറയുന്ന, അല്ലെങ്കിൽ വേണു രാജമണി സാർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ കർബ് ചെയ്യാം. 1-2 എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നോർത്തേൺ സ്റ്റേറ്റുകൾ, പെർട്ടിക്കുലർലി ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് ബയോഫ്യൂവലുകളും ദെൻ അതർ സർവീസസുകളും വിച്ച് മീൻസ് പേപ്പറുകൾ അല്ലെങ്കിൽ മറ്റ് യൂസ്ഫുൾ റിസോഴ്സസുകളായിട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. ഓക്കെ. സോ ഇതിനെ എന്ത് ചെയ്യുന്നു? വാല്യൂ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാക്കി മാറ്റുന്നു. സോ അങ്ങനെയുള്ള ടെക്നോളജികൾ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദെൻ വേറെ എന്തൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും? വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാട്ടറിൽ, അതായത് കേരളത്തിന്റെ വെള്ളത്തിൽ തൊടണമെങ്കിൽ പ്രശ്നമാണ്. ഏതൊക്കെ മിനിസ്ട്രീസ് അതിന് അസൈൻ ചെയ്യണം? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻലാൻഡ് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഇടപെടേണ്ട ഒരു കാര്യമാണ്. ഇൻലാൻഡ് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഇടപെടണം. ദെൻ ഫിഷറീസ് മിനിസ്ട്രി ഇടപെടണം. സോ 1-2 മിനിസ്ട്രീസ്. ദെൻ ഇറിഗേഷൻ മിനിസ്ട്രി. ഇങ്ങനെ 3 മിനിസ്ട്രീസിന്റെ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? ബ്യൂറോക്രാറ്റിക് ബ്ലോക്കേജുകൾ സംഭവിക്കും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ. പക്ഷെ അതിനുള്ള ഒരു സമയമില്ല. കാരണം എന്താണ്? ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മൺസൂണുകളിലും ഇതിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. ഓക്കെ. സോ ഇത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു നിയമം കൊണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കൊണ്ട് നമ്മൾ ഇതിനെ ലിമിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ ആണോ? സോ അതാണ് നമ്മളുടെ ഒരു സജഷൻ ആയിട്ട് ഇദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? സോ വാട്ടർ ഹൈനറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായത് ഒരു ഫ്രഷ് വാട്ടർ സ്പീഷീസ് ആണ്, ദെൻ ഒരു ഇൻവേസീവ് സ്പീഷീസ് ആണ്. സോ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കുക. ഞാൻ ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഒന്നുമല്ല, ഇതൊരു എന്താണ് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ കണ്ടപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തെന്നുള്ളൂ. വിത്ത് റെഫറൻസ് ടു ദ വാട്ടർ ഹയസിന്ത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇന്ത്യ ബൈ പോർച്ചുഗീസ് ഒന്നുമല്ല, ബ്രിട്ടീഷുകാരാണ്. ഇറ്റ് ക്രൗഡ് ഔട്ട്സ് നേറ്റീവ് അക്വാറ്റിക് പ്ലാന്റ്സ്. അത് ശരിയല്ലേ? ബ്രിട്ടീഷ് ഇനാക്റ്റഡ് ലെജിസ്ലേഷൻസ് ടു ഇറാഡിക്കേറ്റ് ദിസ് പ്ലാന്റ്. യെസ്, 1936 ഒരു ആക്ട് രൂപീകരിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയൊന്നും ചോദ്യങ്ങൾ പെർട്ടിക്കുലർലി എടുത്ത് ചോദിക്കത്തില്ല. ബ്രിട്ടീഷ് ഇനാക്ട് ചെയ്തിട്ടുണ്ടോ, ദെൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസ് ആണോ, അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. പക്ഷെ ഞാനിങ്ങനെ ഒരു ചോദ്യം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഡിസ്കഷന്റെ ലാസ്റ്റിലേക്ക് പ്ലേസ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ. സോ നമുക്കിനി തിങ്കളാഴ്ച, നാളെ നമ്മൾ ചിലപ്പോൾ കാണില്ല, കാരണം നാളെ ഹിന്ദു ന്യൂസ് പേപ്പേഴ്സ് ഇല്ല. നമ്മൾ ഇനി കാണുന്നത് തിങ്കളാഴ്ചയായിരിക്കും ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് മൺഡേ മീറ്റ് ചെയ്യാം. ഓക്കെ.